നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നസ്ല. കേരള വ്യാപാരി വ്യവസായി പൂക്കാട്ടി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും ഭാരവാഹി തിരഞ്ഞെടുപ്പും പൂക്കാട്ടി ടിടിപ്പടിയിലെ ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ വെച്ച് നടന്നു. യോഗത്തിൽ മുതിർന്ന വ്യാപാരി എം മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പാലക്കലിന്റെ അധ്യക്ഷതയിൽ KVVES സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാജഹാൻ എന്ന മണി, കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൗലി മുഹമ്മദ്, സെക്രട്ടറിമാരായ റഹീസ്, മനോജ് വാര്യർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ കമ്മിറ്റി തുടക്കം മുതൽ 4ാമത്തെ വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തുടക്കം 148 മെമ്പർമാരോട് തുടങ്ങിയെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് അൽഹംദുലില്ലാഹ് ഈ ഓഡിറ്റോറിയം വളരെ നിറഞ്ഞു പുറത്ത് അകത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അള്ളാഹുവിനോട് ആദ്യം സ്തുതി പറയുന്നു. കഴിഞ്ഞ 2 വർഷത്തെ റിപ്പോർട്ടുകളും കണക്കുകളൊക്കെ അങ്ങനെയുള്ള മുമ്പിൽ അവതരിപ്പിച്ച് പാസ്സാക്കി ഈ വരാൻ പോകുന്ന 2024 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ സമയങ്ങളിൽ നടക്കാറ്. സംഘടന ആരാധനകളെ ആഗ്രഹിക്കുന്നു. അംഗങ്ങളെ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് നടത്തിയ കാര്യങ്ങളും നിങ്ങൾ നമുക്ക് അവതരിപ്പിക്കുന്നു. അതിന് കണക്ക് നിങ്ങൾ പാസ്സാക്കാൻ എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന്റെ അതിന്റെ ചെലവഴിച്ച് ഇതിന് ചെലവഴിച്ച് ചോദിക്കാം. ഇതിൽ കഴിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്, അത് എവിടെ ഉണ്ട്, എവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചോദിക്കണം. അത് കൃത്യമായും പറയാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ കൂടുതൽ ഞങ്ങൾക്കുണ്ട്. അതിനാണ് നിങ്ങൾക്ക് സംഘടനകൾ എവിടെ നിൽക്കുന്നുണ്ടോ, എന്തെങ്കിലും സംഘടനകളുണ്ട്. നമ്മുടെ സംഘടനകളിലുള്ള നാനാജാതി ആളുകളുണ്ട്. ഇതിൽ കോൺഗ്രസ് ഇരിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, BJP ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദുസും ക്രിസ്ത്യൻ എല്ലാ ആളുകളുള്ള നമ്മളെല്ലാവരും കൂടി ഒത്തുകൊണ്ടു എന്നുള്ളതിന്റെ പേര് കഴിയും. ഈ സംഘടനയെ സ്നേഹിക്കണം. ഈ സംഘടന 2 വർഷം കൂടുമ്പോൾ ജനറൽ കൂടി നടത്തി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ കണ്ടെത്തി. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് നമുക്ക് പറയാൻ കഴിയും. രാഷ്ട്രീയ സംഘടനകളോ സാംസ്കാരിക സംഘടനകളോ മതസംഘടനകളോ ഇത്ര കൃത്യമായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സൂചിപ്പിച്ചു. ജില്ലയിലെ ജനറൽ ബോഡികളുടെ ഒരു ബഹളമാണ്. ഈ ജനറൽ ബോഡികളെ കൃത്യമായി നടത്തി അംഗങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളതും ഇതിന്റെ 2 വർഷം ഭരണത്തിലിരുന്നവർക്ക് പറയാനുള്ളതും കേൾക്കാനും അവർ കേൾക്കാനും ഒരു സർവീസ് സംഘടിപ്പിച്ച് ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അതിൽ നിന്ന് മാറി എല്ലാം നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ഈ സംഘടനയെ പൊതു സമൂഹം വഴിയപ്പെടുന്നത് ഒരു സാംസ്കാരിക സംഘടന, ഒരു പൊതു സംഘടന എന്നുള്ള നിലക്കാണ്. വ്യാപാരികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം ഈ രാജ്യത്തെ സാമൂഹിക വിഷയങ്ങളിലും സാംസ്കാരിക വിഷയങ്ങളിലും ഒക്കെ നമ്മളുടെ കയ്യിൽ ചാർത്തുന്നത്. നമുക്കറിയാം, വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധികളെ നേരിടുന്നത്. ദിനേന കൂട്ടിപ്പോകുന്ന കടകൾ, താഴ്ത്തു പോകുന്ന കടകൾ, വലിയ ഷോപ്പിംഗ് മാളുകൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പോലും സംവിധാനിച്ച് ആകർഷകമായ മനുഷ്യനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഓഫറുകൾ വെച്ച് സാധാരണ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാന കാലത്താണ് ജനറൽ ബോഡി ഇവിടെ നടക്കുന്നത്. SSLC +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അലവി മധുക്കൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. പുതിയ പ്രസിഡന്റായി ഷറഫുദ്ദീൻ പാലക്കലിനെയും ജനറൽ സെക്രട്ടറിയായി അലവി മധുക്കലിനെയും ട്രഷററായി മുജീബ് റഹ്മാനെയും തിരഞ്ഞെടുത്തു. വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ.
ഇവിടെ 4 വർഷം മുമ്പ് പൂക്കാട്ടി യൂണിറ്റ് രൂപീകരിക്കാൻ ഞാനും നമ്മുടെ വളാഞ്ചേരി അന്ന് വളാഞ്ചേരി യൂണിറ്റിലാണ് ഞാൻ മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ഞാനും മണിയൂരി പൂക്കാട്ടിയിൽ സ്വകാര്യമായിട്ട് 2-3 വിസിറ്റ് നടത്തി. അതിനുശേഷം ഞങ്ങളൊരു തീരുമാനം ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് നമുക്ക് പൂക്കാട്ടിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പോ മണ്ഡല കമ്മിറ്റിയിൽ ചില ആളുകളൊക്കെ പറഞ്ഞ് പൂക്കാട്ടി നടക്കും പോകുന്നില്ല, അവിടെ മുമ്പ് ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ആകെ അംഗങ്ങളും തിരിഞ്ഞു പോയതാണ്, ഇനി നമ്മളത് മെനക്കെടണം. ഏതായാലും മണ്ണിലതായാലും എന്റെ ഒരു പുഷിങ്ങും കൂടി ആണെന്ന് മദ്രസയിൽ വെച്ചിട്ട് അന്ന് എത്ര വളരെ ഒരു 100 ജില്ലാ ആളുകൾ പങ്കെടുക്കുമ്പോ അത്രയും ഒരു ചെറിയ യൂണിറ്റ് ഞങ്ങൾ മാത്രം കൊടുക്കുന്ന പരിപാടിയാണ്. ഏത് കച്ചവടക്കാരും മനുഷ്യരും 50,000 മെമ്പറുള്ള അതിൽ 6 കടിസ്ഥാനം ജില്ലാ കമ്മിറ്റി കൊക്കയിലായി നൽകുന്നു. 52 മെമ്പർമാരായിരുന്നു പറയുമ്പോൾ ഇന്ന് കോട്ടക്കൽ നിയോജക മണ്ഡലത്തില് വളാഞ്ചേരി കോട്ടക്കൽ യൂണിറ്റ് ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ കൗറ. അത് കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ യൂണിറ്റാണ് പൂക്കാട്ടി എന്നുള്ളതില് കോട്ടക്കൽ മണ്ഡല കമ്മിറ്റി അഭിമാനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകി ഈ 2 വർഷക്കാലം നമ്മുടെ യൂണിറ്റിന്റെ പരിധിയിൽ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു എന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി പൂക്കാട്ടി യൂണിറ്റ് ഉത്തമ വിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തന റിപ്പോർട്ട് മാന്യ മെമ്പർമാരുടെ മുമ്പാകെ സവിനയം സമർപ്പിക്കുന്നത്. അന്ന് ഓഡിറ്റോറിയത്തിന് കൊടുത്ത വാടക 21,500 രൂപ. 2003 എക്സിക്യൂട്ടീവ് മീറ്റിംഗിലാണ് കഴിഞ്ഞ 1 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ അസൂക്ഷ്മം നിരീക്ഷിച്ചു വിലയിരുത്തി. അടുത്ത 2 വർഷക്കാലത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ഈ ജനറൽ ബോഡിയുടെ ഏതാണ്ട് സമാപന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അടുത്ത 2 വർഷക്കാലം ഏകോപന സമിതി പൂക്കാട്ടി യൂണിറ്റിനെ നയിക്കാൻ പ്രാപ്തരായ ഒരു ടീമിനെ തന്നെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നത്. കാരണം നമുക്കറിയാലോ, നിങ്ങളുടെ പ്രസിഡന്റ് നമ്മുടെ എന്ന് പറയുമ്പോൾ വളാഞ്ചേരി യൂണിറ്റിന്റെ കൂടി ഒരു പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട്. വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു യൂണിറ്റ് കമ്മിറ്റി അത് നിങ്ങൾക്ക് ഈ 6 വർഷം എത്തിപ്പറ്റിയിട്ടില്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് അവർ പ്രവർത്തിച്ചു പോയത്. വളാഞ്ചേരിയിൽ സംഘടന 2 വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. നിങ്ങളത് അറിഞ്ഞു കാണും. ഈ 2 വീട് നിർമ്മിച്ച് നൽകുന്നതും വളാഞ്ചേരിയിലാണ്, വളാഞ്ചേരി സംഘടനയാണ് നൽകുന്നത് എങ്കിലും പക്ഷെ അതിൽ പൂക്കാട്ടി യൂണിറ്റിന് അഭിമാനിക്കാം. ഈ 2 വീട് നിർമ്മിച്ച് നൽകുന്നതും പൂക്കാട്ടി യൂണിറ്റ് വരികയില്ല. ഒരെണ്ണം അത്തിപ്പറ്റയിലും ഒരെണ്ണം പള്ളിറോട്ടിലാണ്. ഇത് 2 നൽകുന്നത് വളാഞ്ചേരി യൂണിറ്റും ഒരെണ്ണത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത്.